മെസ്സേജ് എന്താണ് സെമീക്കിന്? എങ്ങനെ ബോണ്ടിങ് ആയിരിക്കണം, എന്തൊക്കെ അവരെ മോറൽ എഡ്യൂക്കേഷൻ മാത്രമല്ല അവരുടെ മോറൽ സൈഡ്, അവരുടെ എങ്ങനെ അവരെ ഒരു മീൻ പിടിക്കുന്ന പോലെയാണ് നമ്മൾ മക്കളെ സമീപിക്കേണ്ടത്. കയ്യിൽ നിന്ന് മീൻ ഇളകിപ്പോവാനും പാടില്ല, മീൻ വേദനിക്കാനും പാടില്ല. നല്ല ചോദ്യം. ഇതിൽ എന്താ സംഭവം അറിയാമോ? 2 വിഷയങ്ങൾ ഇതിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്ന്, ഞാൻ ഈ കുട്ടികളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ പല കുട്ടികൾക്കും അവരുടെ ലൈഫിനെ പറ്റി ഒരു ക്ലാരിറ്റി ഇല്ലായ്മയുണ്ട്, നല്ലതുപോലെ ഇല്ല. അവർക്ക് എന്താവണം, എന്ത് പഠിക്കണം, എന്താണ് അവരുടെ കഴിവ്, എങ്ങോട്ടേക്കാണ് അവർ പോകേണ്ടത്, അതിനെന്തൊക്കെ ചെയ്യണം എന്നതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ ക്ലാസ്സിൽ ഏതാണ്ട് 9th-ലും സ്കൂളിൽ 9th-ലും സ്കൂളിൽ 11th-ലും പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഈ കുട്ടികൾ പിന്നെ ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാന്, നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾക്ക് സ്കില്ലുള്ളതെന്ന്. കാരണം എല്ലാവർക്കും ഒരു സ്കില്ലുണ്ട്. ആ സ്കില്ല് എന്താണെന്ന് കണ്ടെത്തുക. പൊട്ടൻഷ്യൽ ഇല്ലാത്ത ഒരാളും ഈ ദുനിയാവിലില്ല. ആ സ്കില്ല് കണ്ടെത്തണം. ശരിക്കും പറഞ്ഞാൽ പല പാരൻസിനും പല കുട്ടികൾക്കും അവരുടെ സ്കില്ല് കണ്ടെത്താൻ പറ്റാറില്ല എന്നാണ്. അതിന് നമ്മുടെ ലൈഫിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് ഇന്നിപ്പോൾ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ സയൻറ്റിഫിക്കലി ഒരുപാട് പ്രൂവണായിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്താൽ തന്നെ ഒരു കുട്ടി എങ്ങനെ ആ കുട്ടിയുടെ ടേസ്റ്റ് എന്താണ്, ആ കുട്ടി ഏത് മേഖലയിൽ വന്നാൽ ശോഭിക്കും, അതിന് എന്ത് കോച്ചിങ് പ്രോഗ്രാം അവരെടുക്കേണ്ടത്, എന്ത് കോഴ്സ് എടുക്കേണ്ടത്, അങ്ങനെ ആയാൽ അവന് ഏത് പ്രൊഫൈലിലേക്ക് വരെ എത്താം, അങ്ങനെ വന്നാൽ അവന് എത്രമാത്രം സൂപ്പറാവും. മനസ്സിലായില്ലേ? നമ്മുടെ പാഷനും നമ്മുടെ ടാലൻറ്റും നമ്മുടെ കഴിവും സെറ്റായി നിൽക്കുന്ന ഒരു മേഖലയുണ്ട്. ആ മേഖലയിലാണ് ആ കുട്ടി വരണമെന്നുണ്ടെങ്കില്ല ചെറിയ എഫേർട്ട് വലിയ റിസൾട്ട് ഉണ്ടാക്കും. അത് കണ്ടെത്തില്ലാണ് നമ്മളെ കാര്യം. അത് പല പാരൻസിനും കുട്ടികൾക്കും കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇവിടെ പാരൻസ് എന്താ ചെയ്യണമെന്ന്, ഒന്ന് ഈ കുട്ടികൾക്ക് അവരുടെ ലൈഫിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി കൊടുക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതിന് ഇന്നിപ്പോൾ ഒരുപാട് സയൻറ്റിഫിക്കലി ഒരുപാട് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്, ഒക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത്, പല പാരൻസിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മക്കൾ അവരെന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെയൊക്കെ ആവണം. അത് നോട്ട് ഓൺലി എഡ്യൂക്കേഷൻ പർപ്പസ് മാത്രമല്ല കേട്ടോ. അവരിപ്പോൾ ജീവിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലുണ്ട്. ചിലപ്പോൾ അവർ നല്ലൊരു വിശ്വാസിയാവും, ചിലപ്പോൾ അവർക്ക് ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിത രീതി ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ മക്കൾ ഇങ്ങനെ ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും, ഇങ്ങനെയൊക്കെ പെരുമാറണം, ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണം, ഇങ്ങനെയൊക്കെ രാവിലെ എത്ര മണിക്ക് എണീക്കണം, ഇങ്ങനെ കിടന്നുറങ്ങണം, ഇങ്ങനെ ചെയ്യണം, എങ്ങനെയൊക്കെ അവർക്കൊരു രീതിയുണ്ട്. അതുപോലെ മക്കളാവണം എന്ന് പറയും. എന്നിട്ട് ഈ പ്രഷർ മൊത്തം മക്കൾക്ക് കൊടുക്കും. സത്യത്തിൽ ഓരോ വ്യക്തികളും ഓരോ കുട്ടികളും അവർക്ക് അവരുടേതായ ഒരു വ്യക്തിത്വമുണ്ട്, ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ടീനേജിലേക്ക് കടന്ന കുട്ടികളുടെ വിഷയത്തിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ടത് 13 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, ഇത് കുട്ടിയല്ല ഇനി, അതൊരു പുരുഷനായി മാറിയവൻ, അല്ലെങ്കിൽ അവരൊരു പെൺകുട്ടിയല്ല, ഒരു പെണ്ണായി മാറി. കാരണം പ്രായപൂർത്തിയിലേക്ക് എത്തിയവർ, അതാണ് ടീനേജ് എന്ന് പറയുന്നത്. ആ പ്രായമാകുമ്പോൾ കുട്ടിയോട് സംസാരിക്കുന്ന പോലെ, കുട്ടിയോട് ഇടപെടുന്ന പോലെ, കുട്ടിയോട് ദേഷ്യപ്പെടുന്ന പോലെ ഉള്ള കളിയൊന്നും അവിടെ നടക്കില്ല. അവിടെ അവനെ ഒരു പേഴ്സണാലിറ്റി ആയിട്ട് ഉൾക്കൊള്ളാൻ ആദ്യം പറ്റണം. അവനൊരു വ്യക്തിയാണ്. ആ വ്യക്തി എന്ന നിലയ്ക്ക് അവനോട് സംസാരിക്കുന്ന രീതിയിൽ, ആ വ്യക്തി എന്ന നിലയ്ക്ക് അവനെ പരിഗണിക്കുന്ന രീതിയിൽ, ആ വ്യക്തി എന്ന നിലയ്ക്ക് അവനായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്ന രീതിയിലേക്ക് ഓരോ പാരൻസും മാറണം. പ്രത്യേകിച്ച് ആൺകുട്ടികളായിട്ട് പിതാക്കന്മാർക്ക് നല്ല ബോണ്ടിങ് വേണം, ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ. അബ്സല്യൂട്ട്ലി കറക്റ്റ്. പെൺകുട്ടികളായിട്ട് ഉമ്മമാർക്കും നല്ല ബോണ്ടിങ്, അവരായിട്ട് എല്ലാം ഡിസ്കസ് ചെയ്യണം. പിന്നെ ആ പ്രായത്തിൽ അവരറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അവർക്ക് കുറേ ഹോർമോണൽ ചേഞ്ചുകളുണ്ട് ബോഡിയിൽ. അവർക്ക് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ദേഷ്യം വരും. മനസ്സിലായില്ലേ? ആ ഹോർമോൺ ചേഞ്ച് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് റിയാക്ട് ചെയ്യും, അവർ പെട്ടെന്ന് കയർത്ത് സംസാരിക്കും, അവർക്ക് പല ടൈപ്പ് ഓഫ് ഇമോഷൻസുകളുണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവരെന്ത് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് അവനിക്ക് ആദ്യം പറഞ്ഞു കൊടുക്കണം. നമ്മളാദ്യം പഠിക്കണം പാരൻസ് എന്ന നിലക്ക്. എന്നിട്ട് അവനിക്ക് പറഞ്ഞു കൊടുക്കാം, മോനെ ഈ പ്രായത്തിലാണ്, ഇപ്പം നിൻ്റെ ബോഡിയിൽ കുറേ ഹോർമോൺ ചേഞ്ചുകൾ സംഭവിക്കുന്നുണ്ട്, അങ്ങനെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നിനക്ക് ഇങ്ങനെയുള്ള സ്വഭാവ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും, അത് നിൻ്റെ കുഴപ്പം കൊണ്ടല്ല, അത് നിൻ്റെ ബോഡിയിൽ ഹോർമോൺ ചേഞ്ച് കുറവാണെന്നൊക്കെ അവനോട് പറയുമ്പോൾ തന്നെ അവനിക്ക് അപ്പോൾ കുഴപ്പമില്ലല്ലേ എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഇത് ഇങ്ങനെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഒരു ദിവസം ഒരു പാരൻ്റ് എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചെങ്കിൽ, ഉസ്താദ് അവന് പെട്ടെന്ന് എൻ്റെ അടുത്ത് ദേഷ്യം ചേട്ടൻ, എൻ്റെ ഉമ്മ ഒന്നും തോന്നില്ല കേട്ടാ, വിഷമം തോന്നില്ല കേട്ടാ, ഞാൻ അറിയാതെ പെട്ടെന്ന് പറഞ്ഞു പോയതാണ്, സാറ് പറഞ്ഞിട്ടുണ്ട് എന്നോട് ഈ പ്രായത്തിൽ ഹോർമോൺ ചേഞ്ച് ഉണ്ടാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഇതാവും, പക്ഷെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ പോലും അപ്പം തന്നെ പോയിട്ട് നിങ്ങളുടെ പാരൻസിനോട് പോയിട്ട് സോറി പറഞ്ഞ് ഒന്ന് തോന്നിയിട്ടോ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്